പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഉണ്ണിമോനും പിക്കുവാവയ്ക്കുമായിട്ട് പറയുന്ന കഥ നിങ്ങൾക്ക് കൂടി വേണ്ടി ഞാൻ പറയുകയാണ്. എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേൾക്കണം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ കുറച്ച് ദിവസമായി കുറേ കുഞ്ഞു കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതെല്ലാം കാണണം, കഥ കേൾക്കണം. അതിനകത്ത് ഗുണപാഠങ്ങളൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ പറയുന്ന കഥയുടെ പേര് എടുത്തുചാട്ടം ആപത്താണ്. പണ്ട് ഒരിടത്ത് ദേവശർമ്മൻ എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു. അവരങ്ങനെ വളരെ സന്തോഷമായി താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അവർക്കൊരു ഉണ്ണി ഉണ്ടായി. നല്ല മിടുക്കനായ ഒരു ഉണ്ണി. അപ്പോൾ അവരുടെ ആ സന്തോഷത്തിന് കുറേ കൂടി സന്തോഷം. അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ജീവിതത്തിന് ഭയങ്കരമായ അർത്ഥമുണ്ടായി. സന്തോഷം, വളരെയധികം സന്തോഷത്തോടുകൂടി അവരങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ദേവശർമ്മന് ഉണ്ണി വളരുന്നതനുസരിച്ച് ദേവശർമ്മൻ ചിന്തിച്ചു, ഉണ്ണി തനിച്ചേ ഉള്ളൂ, അവനൊരു കൂട്ട് വേണം അല്ലേ? അപ്പോൾ കളിക്കാനൊന്നും ആരുമില്ല അവന് കൂട്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം ദേവശർമ്മനും ഭാര്യയും കൂടി ചിന്തിച്ചു, എന്തെങ്കിലും ഒരു മൃഗത്തിനെ വളർത്താം. അങ്ങനെ ഒരു മൃഗത്തിനെ വളർത്തുവാണെങ്കിൽ അവനൊരു കൂട്ടാവും, അവന് കളിക്കാനൊക്കെ ഉള്ളൊരു കൂട്ടാവും. നമ്മളൊക്കെ വീട്ടിൽ വളർത്താറില്ലേ? ചിലർ പട്ടിക്കുഞ്ഞിനെ വളർത്തും, ചിലർ പൂച്ചക്കുഞ്ഞിനെ വളർത്തും, ചിലർ പശുക്കിടാവിനെ വളർത്തും, ഇല്ലേ ആട്ടും കുഞ്ഞിനെ വളർത്തും. പക്ഷികൾ, വിവിധ തരം പക്ഷികൾ, തത്ത, മൈന, ഇനി അതല്ലെങ്കിൽ പെറ്റ് ബേഡ്സ്, അങ്ങനെ നമ്മൾ വളർത്തും. ഇനി അതും അല്ലെങ്കിൽ ചിലർ വീടുകളിൽ ചെറിയ മീൻ കുഞ്ഞുങ്ങളെയും വളർത്തും. അങ്ങനെ ഇവരും അങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലും ഒരു മൃഗത്തിനെ വളർത്തണം, ഉണ്ണിമോന് കൂട്ടിനെ ഒരു മൃഗത്തിനെ വളർത്തണം എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ദേവശർമ്മൻ ഇങ്ങനെ ആലോചിച്ച് പല വഴികളും ആലോചിച്ചു. ഒരുപാട് അലച്ചിലിനൊടുവിൽ ഒരു വഴി കണ്ടെത്തി. ഒരു മൃഗത്തിനെ കിട്ടി, ഒരു കീരിക്കുഞ്ഞ്. ദേവശർമ്മൻ ഈ കീരിക്കുഞ്ഞിനെയുമായി വീട്ടിൽ വന്നു. ഈ കീരിക്കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവശർമ്മൻ്റെ ഭാര്യ അന്തം വിട്ടുപോയി. കീരിക്കുഞ്ഞിനെ വെച്ചാണോ കുഞ്ഞിന് കളിക്കാൻ കൊടുക്കുന്നത്? അയ്യോ, അതൊന്നും പറ്റിയല്ല. എന്നാൽ ദേവശർമ്മൻ പറഞ്ഞു, അതൊന്നുമില്ല, ഇവനെ കൂടത്തി കളിച്ചോളും. ദേവശർമ്മൻ്റെ ആഗ്രഹം എന്താ? മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കുഞ്ഞിന് ഒരു മൃഗത്തിൻ്റെ കൂടെ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അല്ലേ? അപ്പം അതനുസരിച്ച് ഉണ്ണിമോൻ അതനുസരിച്ച് മോൻ വന്നു അതെ കഥ പറയാൻ പറ്റും. അതനുസരിച്ച് ആണ് കീരിക്കുഞ്ഞിനെ കൊണ്ടുവന്നത്. എന്തായാലും കീരിക്കുഞ്ഞും ഉണ്ണിമോനും അങ്ങനെ വീട്ടിലിങ്ങനെ വളർന്നു കേട്ടോ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. പക്ഷേ ഈ ഉണ്ണിമോൻ്റെ അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഈ കീരിക്കുഞ്ഞ് ഒരു സംശയമായിട്ട് തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിലും ഒറ്റയ്ക്കാക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കാറില്ല. പക്ഷേ ഒരു ദിവസം ദേവശർമ്മനും ഭാര്യയ്ക്കും വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. കേൾക്കുന്നുണ്ടോ ഉണ്ണിമോനെ? കഥ കേൾക്കുന്നുണ്ടോ? അങ്ങനെ വളരെ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകണം. പക്ഷേ ഉണ്ണിമോനെ കൊണ്ടുപോകാനും നിവൃത്തിയില്ല. അവസാനം മനസ്സില്ലാ മനസ്സോടെ ഉണ്ണിമോൻ്റെ അമ്മ ഉണ്ണിമോനെ തൊട്ടിലിൽ കിടത്തി ഉറക്കിയിട്ട് അവർ രണ്ടുപേരും, അച്ഛനും അമ്മയും കൂടി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി അപ്പം നമ്മുടെ കീരിക്കുഞ്ഞും ഉണ്ണിമോനും തന്നെയായി വീട്ടിലല്ലേ. ഉണ്ണിമോൻ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുവാണ്. കീരിക്കുഞ്ഞ് അപ്പോൾ എന്ത് ചെയ്തു? തൊട്ടിലിൻ്റെ താഴെ കിടന്ന് പതുക്കെ മയക്കം പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദം കേട്ടു. ഉണ്ണിമോൻ കേട്ടോ ശബ്ദം? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദം കേട്ടു, എന്നും പറഞ്ഞൊരു ശബ്ദം. അപ്പോഴേക്കും കീരിക്കുഞ്ഞ് പെട്ടെന്ന് ചാടിയേറ്റു നോക്കിയപ്പം വലിയൊരു പാമ്പ് വന്നേക്കുന്നു. അപ്പോഴേക്കും കീരിക്കുഞ്ഞ് എന്ത് ചെയ്തു? പാമ്പിൻ്റെ മേത്തോട്ട് ഒറ്റ ചാട്ടം ചാടി. പക്ഷേ വലിയ പാമ്പല്ലേ, കീരിക്കുഞ്ഞല്ലേ, അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പാമ്പ് അവനെ ചുറ്റി വരിഞ്ഞു. വീണ്ടും കീരിക്കുഞ്ഞ് അവനെ കടിച്ചു കുടഞ്ഞ് അങ്ങനെ അവസാനം ഒരുപാട് പോരാട്ടത്തിനൊടുവിൽ പാമ്പിനെ കീരിക്കുഞ്ഞ് കൊന്നു കളഞ്ഞു.
പക്ഷേ ഉണ്ടല്ലോ അപ്പോഴേക്കും കീരിക്കുഞ്ഞിൻ്റെ മുഖത്തെല്ലാം നിറച്ച് ചോര പറ്റി. കീരിക്കുഞ്ഞിൻ്റെ മുഖത്തൊക്കെ നിറച്ച് ചോര പറ്റി, ദേഹത്തെല്ലാം ഒത്തിരി മുറിവുണ്ടായി, മുറിക്കകത്തൊക്കെ ഒത്തിരി ചോരയുണ്ടായി. എന്തായാലും കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്തിന് ഇങ്ങനെ കീരിക്കുഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും കൂടെ വരുന്നത്. ഒച്ച കേട്ടോണ്ട് കീരിക്കുഞ്ഞ് ഓടി മുറ്റത്തോട്ട് ചെന്നു കുഞ്ഞിനെ രക്ഷിച്ച് സന്തോഷം പറയാൻ. അപ്പോൾ അമ്മ കീരിക്കുഞ്ഞിനെ കണ്ടു. കീരിക്കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇതെന്താ, എൻ്റെ പൊന്നെ, എൻ്റെ ഉണ്ണിമോൻ എന്തേ, എൻ്റെ ഉണ്ണിമോനെ ഇവൻ കടിച്ചെന്നാ തോന്നുന്നേന്നും പറഞ്ഞുകൊണ്ട് അമ്മ കിടന്ന് കാറി നിലവിളിച്ചു. എന്നിട്ട് അമ്മ നോക്കുമ്പം തിണ്ണയിലൊരു കുടം ഇരിപ്പുണ്ടായിരുന്നു. ആ കുടം എടുത്ത് ഒറ്റ അടി വെച്ച് കൊടുത്തു കീരിയുടെ തലക്കിട്ട്, കീരിക്കുഞ്ഞിൻ്റെ തലക്കിട്ട്. എന്നിട്ട് അമ്മ ദേഷ്യത്തിൽ അടി വെച്ച് കൊടുത്തിട്ട് അമ്മ അകത്ത് ചെല്ലുമ്പോൾ എന്നാ വലിയൊരു പാമ്പ് അവിടെ ചത്ത് കിടക്കുന്നു തൊട്ടിലിൻ്റെ കീഴിൽ. വലിയൊരു പാമ്പ് തൊട്ടിലിൻ്റെ കീഴിൽ ചത്ത് കിടക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ തൊട്ടിലോട്ട് ഇങ്ങനെ എത്തി നോക്കി, മുറിക്കകത്ത് നിറച്ച ചോര കണ്ടപ്പോഴേക്കും ഒത്തി നോക്കിയപ്പോൾ എന്താ ഉണ്ണിമോൻ ചിരിച്ചേ. അന്നേരത്തേനും ഉണ്ണിമോൻ ഇങ്ങനെ തൊട്ടിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഉണ്ണിമോൻ. അമ്മ ഉണ്ണിമോനെ വാരിയെടുത്ത് ഇങ്ങനെ ഉമ്മ തന്നു. ഉമ്മയൊക്കെ തന്നിട്ട് വരാന്തയിലോട്ട് വന്നപ്പോഴേക്കും നോക്കുമ്പോൾ എന്താ, അമ്മയുടെ അടി കൊണ്ട് കീരിക്കുഞ്ഞ് ചത്തുപോയി. തല പൊട്ടിപ്പിളർന്ന് ചത്തു കിടക്കുന്ന കീരിക്കുഞ്ഞിനെയാണ് കാണുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എടുത്തുചാട്ടം ആപത്ത്. അതായത് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച കീരിക്കുഞ്ഞിനെ ആ അമ്മ തന്നെ കൊല്ലുന്ന ഒരു സാഹചര്യം. പെട്ടെന്നുണ്ടായ അമ്മയുടെ ദേഷ്യത്തിൽ നിന്ന് ആ കുഞ്ഞിനെ അമ്മ കൊന്നുകളഞ്ഞു. ആ കീരിക്കുഞ്ഞിനെ അമ്മ കൊന്നുകളഞ്ഞു. അവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. പക്ഷേ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളൊരു മുൻവിചാരം വേണം കേട്ടോ. എൻ്റെ ഉണ്ണിമോന് ഉറങ്ങാനുള്ള സമയമായി. അവനും കഥ കേട്ട് ഉറങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും നന്ദി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.